ഇടുക്കിയിൽ കാർഷിക മേഖലയോട് പ്രതിബദ്ധത പുലർത്തും വിധം രാജ്യാന്തര തലത്തിൽ മാതൃകയായി വളരാൻ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ദേശീയ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സഹകാരികൾ ഒരുമിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണിത്. 2.5 ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ള മേഖലയായി സഹകരണ മേഖല മാറിക്കഴിഞ്ഞു. ഭരണസമിതിയുടെ പ്രവർത്തനം മാത്രമല്ല, ജനങ്ങളുടെ വിശ്വാസത ആർജിക്കുന്നതിനൊപ്പം ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് കേരളത്തിലെ പൊതുവിലുള്ള സ്ഥിതിയെടുത്ത് പരിശോധിച്ചാൽ 2.5 ലക്ഷം കോടി നിക്ഷേപമുള്ള ഒരു മേഖലയായി സഹകരണ മേഖല വളർന്നു. ഇത് മറ്റൊരിടത്തും ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. എന്നാൽ മണിയാശൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ കാര്യങ്ങളെ ജാഗ്രത കൂടി കാണേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടായി അതെല്ലാം പ്രശ്നമാണ്, സഹകരണ മേഖലയുടെ തകർച്ചയാണെന്ന് വിലയിരുത്തപ്പെടേണ്ടതില്ല. അതിന് ജാഗ്രതയുണ്ടാവും. നിക്ഷേപകർക്ക് ചിലയിടങ്ങളിൽ ആശങ്കയുണ്ടായപ്പോൾ സർക്കാർ തുറന്ന സമീപനമാണ് സ്വീകരിച്ചത്. നിക്ഷേപം തിരിച്ചു നൽകാൻ പ്രാപ്യമായ മേഖലയാണിതെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. അതനുസരിച്ചാണ് പുനരുദ്ധാര സ്കീമും 5 ലക്ഷം രൂപ വരെ തിരികെ നൽകാൻ കഴിയുന്ന നിക്ഷേപ ഗ്യാരണ്ടി സ്കീമും രൂപീകരിച്ചത്. ജീവനക്കാർക്കുള്ള സേവന വേതന വ്യവസ്ഥകൾ, സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷനുകൾ, ഭരണസമിതി അംഗങ്ങളുടെ ഓണറേറിയം എന്നിവയിൽ മാറ്റം വരുത്താനും സർക്കാരിന് കഴിഞ്ഞു. ജനങ്ങളുടെ വിശ്വാസത മുറുകെ പിടിച്ച് സമഗ്രമായ മാറ്റത്തിലേക്ക് മുന്നേറാൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ ഉടുമ്പൻചോല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KR സോദരൻ അധ്യക്ഷത വഹിച്ചു. MM മണി MLA മുഖ്യപ്രഭാഷണം നടത്തി. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ, ജോയിന്റ് രജിസ്ട്രാർ റൈനു തോമസ്, ജോയിന്റ് ഡയറക്ടർ ആഡിറ്റ് ഷാൻഡി തോമസ്, നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് അംഗം അനിൽ കൂവപ്ലാക്കൽ, കേരള ബാങ്ക് ഡയറക്ടർ KV ശശി, VC അനിൽ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ മോൻസി ജേക്കബ്, മറ്റു സഹകാരികൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷമാണ് ഈ വർഷം നടക്കുന്നത്. നവംബർ 14 മുതൽ നവംബർ 20 വരെയാണ് വാരാഘോഷം നടക്കുക. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.